രാജേശ്വരി, എന്താ നീ വിയർത്തിരിക്കുന്നേ? എന്തു പറ്റി? കണ്ണടയ്ക്കുമ്പോ എന്തൊക്കെയോ ദുസ്വപ്നങ്ങളാണ് കാണുന്നത്. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. പേടിക്കണ്ട, നീ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചിട്ടാ ഈ വെള്ളം കുടിക്കേ. ഹലോ, ഞാൻ രാജേശ്വരിയാ സംസാരിക്കുന്നത്. അത്യാവശ്യ കാര്യമുണ്ട്. ഉടനെ പുറപ്പെട്ടിങ്ങി വരണം. എന്താ കാര്യം? എല്ലാം നേരിട്ട് സംസാരിക്കാം. ശരി, ഞാൻ എത്തിക്കോളാം. ഓക്കെ. നമസ്കാരം തിരുമേനി. നമസ്കാരം. രാജേശ്വരിക്ക് സുഖം തന്നെയല്ലേ? സുഖമാണെന്ന് പറയാൻ കഴിയില്ല. രാത്രി ഒന്നും ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടച്ച ദുസ്വപ്നം കാണും. നീ ചെയ്ത പാപങ്ങളുടെ ഫലമാണിതൊക്കെ. ശരി, ഈ ഏലസ് വീടിന്റെ ഉത്തരത്തിൽ കെട്ടിക്കോളൂ. ഞാനെന്നാ പൊക്കോട്ടെ. ശരി തിരുമേനി. ഒരു ഗതി കിട്ടാത്ത ആത്മാവ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞു നടപ്പുണ്ട്. ഇവിടെ നടക്കുന്ന അസംഭവ്യങ്ങൾക്കെല്ലാം ആ ആത്മാവ് തന്നെയാണ് കാരണം. ഈ നാട്ടിൽ പണി തീരാത്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? മനസ്സിലായില്ലല്ലോ. ഒരു പണി മുഴുവിപ്പിക്കാതെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അതായത് ദൈവത്തിന്റെ എന്തെങ്കിലും? അതെ സ്വാമി, പല വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ദേവി വിഗ്രഹം പകുതിയിൽ വെച്ച് നിർത്തിക്കളഞ്ഞു സ്വാമി. ഞങ്ങൾ ആരൊക്കെയോ വിളിച്ചുകൊണ്ടുവന്ന് നോക്കി സ്വാമി, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതും മറികടന്ന് എന്തെങ്കിലും ചെയ്താൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ നടക്കും. ഈ ശില്പത്തിന്റെ പണി മുഴുവിപ്പിക്കാതെ പോയാ ആ ശില്പി ഇവിടെ വരണം. അന്നേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകൂ. പകുതിയിൽ നിർത്തിപ്പോയത് കൊണ്ട് അയാളെ ഞങ്ങളും പോയി കണ്ടില്ല സ്വാമി. നിങ്ങൾ വലിയ തെറ്റാണ് കാണിച്ചത്. ആദ്യം അയാളെ പോയി കാണൂ. ഈ നാടിനും ഇവിടുത്തെ ജനങ്ങൾക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ പറയുന്നത്, പോകൂ. ശരി സ്വാമി, ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി അദ്ദേഹത്തെ കാണാം. മാധവ, നിങ്ങൾ 4 പേര് പോയി ആ ശില്പിയെ വിളിച്ചുകൊണ്ടുവരൂ. വേണ്ട മോനെ, എന്നെ വിട്ടേക്ക്. അങ്ങനെ പറയരുത് സ്വാമി. നിങ്ങൾ ആരംഭിച്ചത് നിങ്ങൾ തന്നെ ചെയ്യണം. ഈ ഇടയായിട്ട് കൈയെല്ലാം വിറച്ചുകൊണ്ടിരിക്കുക. കണ്ണിന് കാഴ്ച പോലും തീരെയില്ല. ദൈവത്തിന്റെ ചിലയായതുകൊണ്ട് നന്നായിട്ട് ചെയ്യണം. ദൈവകോപം ഉണ്ടാകരുത്. ഒരു കാര്യം ചെയ്താലോ, ഞാൻ എന്റെ പേരക്കുട്ടി അയക്കാം. അവൻ എന്നെക്കാളും മിടുക്കനാ. സ്വാമി, ആരെ വേണമെങ്കിലും നിങ്ങൾ അയച്ചോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം തീരണം, അത്ര തന്നെ. അച്ചാരം വെച്ചിട്ടുണ്ട്, ആളയക്കണം. വരട്ടെ സ്വാമി. വരട്ടെ. പോയിട്ട് വരട്ടെ മോനെ. പോയി വരാം മോനെ. ശരി. ആരൊക്കെ ആരാ മുത്തശ്ശ? എന്തിനാ വന്നത്? മുത്തശ്ശ, എന്തിനാ അച്ചാരം വാങ്ങിച്ചേ? ഞാൻ പുറത്തെ ജോലിക്ക് പോയില്ലെന്നറിയാലോ. ഏറ്റെടുത്ത ജോലി പകുതിയിൽ നിർത്തിയിട്ട് വന്ന പാപമാണ് മോനെ. ആ പാപം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് പാപം ചെയ്തിട്ട് വന്നുവെന്നോ? നിനക്ക് മനസ്സിലാകില്ല. ഞാൻ ചെയ്ത പാപത്തിന് നീ വരുമെന്ന് സത്യം ചെയ്തിട്ട് വന്നിരിക്കുക. എന്താ മുത്തശ്ശായി പറയുന്നേ? വിശ്വ, എന്റെ പഴയ മുറിയിലെ ഒരു മരത്തിന്റെ പെട്ടിയുണ്ട്, അതെടുത്തോണ്ട് വാ.
ഇതെന്ത് ശില്പമാ മുത്തശ്ശ? ഇതാണ് നിന്നെ പ്രസവിച്ച അമ്മ. അമ്മയുടെ പേര് മാസാനി. നമസ്കാരം മുതലാളി. നമസ്കാരം മുതലാളി. നമസ്കാരം മുതലാളി. നമസ്കാരം മുതലാളി. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖാണ് മോനെ. നിനക്ക് നല്ല മനസ്സാ മോനെ. നിന്റെ ഈ മനസ്സിന് ദൈവം നിന്നെ അനുഗ്രഹിക്കും മോനെ. ഇത് കൊച്ചുമുതലാളിയുടെ മോതിരല്ലേ? ഇതെന്താ? നീ എന്താ ഇടയിൽ കയറി കൊട്ട നീട്ടിക്കൊണ്ട് നിൽക്കുന്നേ? അതെ, കൂലി അങ്ങോട്ട് അളന്നാ മതി, അല്ലാതെ മുഖം നോക്കേണ്ട കാര്യമില്ല. നീ ഒരു വായാടിയല്ലേ? മര്യാദക്ക് ജോലി ചെയ്യുന്നുണ്ടോ നോക്കിയതാ. അതെന്താ അങ്ങനെ പറഞ്ഞ്? 10 ആള് ചെയ്യേണ്ട ജോലി ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് വന്നിരിക്കുക. അതിനുവേണ്ടി 10 ആളുടെ കൂലി നിനക്ക് തരണമെന്നാണോ? പൊയ്ക്കോ പൊയ്ക്കോ, മര്യാദക്ക് പൊയ്ക്കോ. ആഹാ, പോണ പോക്ക് കണ്ടില്ലേ പെണ്ണിന്റെ? മുതലാളി എടാ, എന്താ തരുന്നേ? എന്റെ മോതിരം കാണുന്നില്ലല്ലോ. മോതിരോ? ആ, ചിലപ്പോ നെല്ലളക്കുമ്പോ കൊട്ടയിൽ അങ്ങനെ പോയി കാണും. ശരി, പോട്ടെ. എല്ലാരും നിക്ക്. മുതലാളിയുടെ മോതിരം കാണാണ്ടേ എല്ലാരും അവരുടെ കൊട്ടയെടുത്ത് ഇവിടെ വെക്ക്. എന്തിനാ നോക്കുന്നേ? ആരെങ്കിലും എടുത്തു ഞാൻ അറിഞ്ഞ അവളെ ഉണ്ടല്ലോ. എന്താ മുതലാളി ഇത്? മോതിരം അഴിച്ച് ഞങ്ങളുടെ കൊട്ടയിലിട്ട പോലെയാണല്ലോ സംസാരിക്കുന്നേ. നോക്കട്ടെ കൊട്ടയിൽ വീണോന്ന്. മാസാനി, ആ, നെല്ല് കുലിയായിട്ട് വാങ്ങിക്കുമ്പോ എന്റെ കൊട്ടയിലാ മോതിരം വീണത്. അതിപ്പോ എന്റെ കയ്യിലുള്ളത്. എന്തിനാടി ഇങ്ങനെ ചെയ്ത്? അവരറിഞ്ഞ എന്താ സംഭവിക്കാന്ന് നിനക്കറിയില്ലേ? ഇനിയിപ്പൊ എന്ത് ചെയ്യും മാസാനി? അറിഞ്ഞ എന്റെ മാനം പോവും. നിന്റെ മാനം മാത്രല്ല, നമ്മുടെ മൊത്തം ആളുകളുടെ മാനം പോവും. എന്താ മുതലാളി ഇത്? നിങ്ങളുടെ പാടത്ത് പണിക്ക് വന്ന ഞങ്ങളെ കള്ളന്മാരാക്കോ നിങ്ങള്? അല്ല, അത് പിന്നെ മോതിരം എവിടെയാ? അതല്ല മുതലാളി, ഒരു സാധനം കാണാതായ അത് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇഷ്ടദേവനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ കാണാതെ പോയ സാധനം തിരിച്ചു കിട്ടും. ഞങ്ങളൊക്കെ അങ്ങനെയാ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ മോതിരം ഞാൻ കണ്ടുപിടിച്ചു തരട്ടെ? നീ കണ്ടുപിടിച്ചോ? അതെങ്ങനെയാ? സ്വർണമല ദേവി ഞങ്ങളുടെ കുലദൈവം, ശക്തിയുള്ള ദേവി, അഗ്നിയാണ് ദേവി, വായുവാണ് ദേവി, പ്രാർത്ഥിക്കുവിൻ ദേവിയെ, കാണാതെ പോയ മോതിരം കൊണ്ടുതരും ദേവി. കൈ നീട്ടിക്കേ. നീട്ടിക്കോടാ. അന്വേഷണം എന്ന് പറഞ്ഞു വന്ന എല്ലാരും സംശയിക്കില്ലേ? ആ, അതൊക്കെ പോട്ടെ, നിങ്ങളും കൈ നീട്ട്. ഞാനും കൈ നീട്ടണോ? പോയത് എന്റെ മോതിരല്ലേ? ഞങ്ങള് മാത്രം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ കുറ്റം പറയരുത്. നീ ആള് കൊള്ളാലോ പെണ്ണെ. ഈ മഞ്ഞളിന്റെ കൂടെ മോതിരവും വെള്ളത്തിൽ ചേർത്ത് കലക്കിക്കൊള്ളാം. നീ പോയിക്കോ മുതലാളി. ഈ വെള്ളത്തിലൊന്ന് കൈയിട്ട് നോക്കി, മോതിരം കിട്ടും. അതെങ്ങനെ കിട്ടാനാ? കിട്ടിയില്ലേ നിങ്ങളുടെ മോതിരം? മതിയായില്ലേ? ഞാൻ പോവാ. നിന്റെ കൂട്ടരെ രക്ഷിക്കാൻ വേണ്ടി എന്നോട് തന്നെ കളി വേണോ മോളെ? എന്തോ നടാ അന്തം വിട്ട് നോക്കിയിരിക്കുന്നേ. പോയി പണി എന്തെങ്കിലും ചെയ്യും. തലയാട്ടാതിരിക്കെ, അല്ലെങ്കിൽ എണ്ണ കണ്ണിലിറങ്ങും. മതിയർത്തി. കയ്യെന്ന് വിടടാ. നീ ഫോറിനിൽ പോയി പഠിച്ചിട്ട് വന്നൊന്നും വെച്ച് നമ്മുടെ ചിട്ടകളൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. ആഴ്ചയിൽ ഒരിക്കൽ എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിലേ ചൂട് തലയിലിറങ്ങി അസുഖങ്ങൾ എന്തെങ്കിലും വരും. അവനെന്ത് ചെറിയ കുട്ടിയാണോ? അവൻ ഒറ്റയ്ക്ക് ചെയ്യില്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചു കളഞ്ഞത്? ഇവനും എന്റെ മോനെ പോലെ തന്നെയാ. നല്ല ചേട്ടതി, നല്ല അനിയനും. എത്ര നേരം എണ്ണ തേച്ച് നിർത്തിയിരിക്കുന്നു, കണ്ണ് നീറുന്നു. എനിക്കും കണ്ണു നീർന്നു. എന്നാ ശരി, വേഗം പുഴക്കടവിൽ പോയിരിക്കെ, ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. നമുക്ക് രക്ഷപ്പെടാം. ഈ സ്നേഹം കാണുമ്പോ എനിക്ക് അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അമ്മയുടെ മുഖം പോലും കണ്ടിട്ടില്ല അവൻ. അവൻ എന്നെ അമ്മയെ പോലെയാ കാണുന്നത്.